വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് ചിൽഡ്രൻ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? എന്നാ നമുക്കിന്ന് മലയാളം പഠിച്ചാലോ? ഓക്കേ, നമ്മളിപ്പോ മലയാളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വരാക്ഷരങ്ങളും അതിന്റെ ചിഹ്നങ്ങളുമാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കേ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എ എന്ന അക്ഷരം പഠിച്ചു, അതിന്റെ ചിഹ്നം പഠിച്ചു. പിന്നെ എ എന്ന അക്ഷരം പഠിച്ചു, അതിന്റെ ചിഹ്നം പഠിച്ചു. ഇന്ന് നമ്മൾ ഏതക്ഷരം പഠിക്കാൻ പോകുന്നതെന്നറിയോ? ഏതെന്നറിയോ? എ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരമായിട്ടുള്ള ഏതാണ്? പറയൂ. ഐ. വെരി ഗുഡ്. നമ്മൾ ഇന്ന് ഏതക്ഷരം പഠിക്കാൻ പോകുന്നത്? ഐ. അതെങ്ങനെ എഴുതാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഐ എന്ന അക്ഷരം എഴുതാൻ അറിയൂലേ? ഇതല്ലേ ഐ? ഇതല്ലേ ഐ? ഒന്ന് പറഞ്ഞേ. ഐ. ഓക്കേ, ഈ ഐ എന്ന അക്ഷരത്തിന് എന്തുണ്ടായിരിക്കും? വെരി ഗുഡ്, ഒരു ചിഹ്നമുണ്ട്. അതെങ്ങനെ എഴുതാന്നറിയോ? എങ്ങനെ എഴുതാന്നറിയോ? അവിടെ നോക്കിക്കേ. ഇതാണ് ഐ ചിഹ്നം. ഇതാണ് ഐ ചിഹ്നം. അത് ഒന്നാണെങ്കിൽ എ ചിഹ്നം. അതിന്റെ ഒന്നാണെങ്കിൽ എ ചിഹ്നം. ഇതിന് രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ? എ ചിഹ്നം ഇങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ ഏതാ ചിഹ്നം? ഐ ചിഹ്നം. ഓക്കേ, ഇവിടെ നോക്കിക്കേ. ഇത് ഏതാ അക്ഷരം? സ. അതിന് ഐ ചിഹ്നം വന്നാൽ എന്താ വായിക്കാൻ അറിയോ? സൈ. ഓക്കേ, ഇത് ഏതാ അക്ഷരം? ക. കാക്ക് ഐ ചിഹ്നം വന്ന കൈ. ഓക്കേ, ഇത് ഏതാ അക്ഷരം? പ. പാക്ക് ഐ ചിഹ്നം കൊടുത്താൽ എന്താ വായിക്കുക? പൈ. ഓക്കേ, ആ അക്ഷരത്തിന്റെ കൂടെ ആ ചിഹ്നത്തിന്റെ സൗണ്ട് കൂടി വരണം. പ ആണ് അതിന്റെ കൂടെ ഐ ചിഹ്നാണ് വന്നത്, അപ്പോ പൈ. ഇവിടെ നോക്കിക്കേ. ഏതക്ഷരം? വ. വ എന്ന അക്ഷരത്തിന്റെ കൂടെ ഐ ചിഹ്നം വരുമ്പോൾ എങ്ങനെയായിരിക്കും പറയാ? വൈ. ഓക്കേ, ഇനി നമുക്ക് ഐ എന്ന അക്ഷരം വെച്ചിട്ട് ഒരു വാക്ക് പഠിക്കാനുണ്ട്. ഐ ചിഹ്നം വരുന്ന രണ്ട് വാക്കുകളും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് ഏതൊക്കെയാന്ന് നോക്കിയാലോ? ഫസ്റ്റ് വൺ. ഇത് എന്താണ്? എന്താണ്? എന്താണ് അറിയോ? ഐസ്. എന്താണ്? ഐസ്. ഇതെന്താണ്? ഐസ്. ഒന്ന് പറഞ്ഞേ. ഐസ്. ഓക്കേ, നമുക്കിനി ഐസ് എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ആദ്യം ഏത് അക്ഷരം എഴുതണം? ഐ. ഐ എഴുതി ഐസ് എന്നാണ്. അപ്പോ സ എന്ന അക്ഷരം എഴുതി ചന്ദ്രക്കല കൊടുത്താൽ എന്തായി? ഐസ്. എന്താണ്? ഐസ്. ഓക്കേ, ഇനി അടുത്ത വിഷയം ഏതാ നോക്കിയാലോ? ഇതെന്താണെന്നറിയോ? എന്താണ്? എന്താണ്? നമുക്ക് കടകളിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് വേണം. ഇതെന്താണ്? പൈസ. എന്താണ്? പൈസ. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. പൈസ. ഇത് നമുക്ക് പൈസ ഒന്ന് എഴുതി നോക്കിയാലോ? ആദ്യം ഐ ചിഹ്നം കൊടുക്കുക. ഐ. ഐ. പൈ എന്നാണ്. അപ്പൊ ഐ ചിഹ്നത്തിന്റെ കൂടെ ഏത് അക്ഷരമാണ് വരണ്ടേ? പൈ എന്ന് പറയുമ്പോ പ എന്ന അക്ഷരം. വെരി ഗുഡ്. ഇപ്പൊ എന്താ വായിക്കുക? പൈ. പൈസ എന്നാണ്. സ. നമ്മൾ ഐസ് എന്ന് എഴുതിയില്ലേ? അപ്പൊ ആ സ എന്ന് ഇങ്ങനെ എഴുതി കൊടുത്താൽ എന്തായി? പൈസ. എന്താ വായിക്കുക? പൈസ. ഓക്കേ, ഇനി അടുത്ത ചിത്രം ഏതാ നോക്കിയാലോ? ഇതാരാണ്? ആരാണ്? ആരാന്നറിയോ? മൈന. ഒന്ന് പറഞ്ഞേ. മൈന. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ്. ഇതാരാണ്? മൈന. നമുക്കിനി മൈന ഒന്ന് എഴുതി നോക്കിയാലോ? ആദ്യം എന്ത് എഴുതണം? ഐ ചിഹ്നം. ഐ ചിഹ്നം. മൈ എന്നാണ്. അപ്പൊ ഏത് അക്ഷരം എഴുതണം? മ. അപ്പൊ എന്തായി? മൈ. മൈന എന്നാണ്. അപ്പൊ ഞാൻ എന്ന അക്ഷരം എഴുതി കൊടുത്താൽ എന്തായി? മൈന. ഓക്കേ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഐ എന്ന അക്ഷരം പഠിച്ചു, അതിന്റെ ചിഹ്നവും പഠിച്ചു. എ എന്ന ചിഹ്നം രണ്ടു വട്ടം വരണം. അതാണ് എന്ത്? ഐ ചിഹ്നം. ഓക്കേ, ഐ വെച്ചിട്ട് എന്ത് പഠിച്ചു? ഐസ്. ഓക്കേ, ഐ ചിഹ്നം വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? പൈസ, മൈന. ഓക്കേ, ഇനി എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് ഈ മൂന്ന് വാക്കുകൾ നന്നായിട്ട് എഴുതാൻ പഠിക്കുക. എന്നാ വേഗം എഴുതി പഠിച്ചോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.